everyone, welcome to my YouTube channel. This is Deepa Rahul Ishwar. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി. നിങ്ങൾക്കറിയാലോ, ഞാനങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ എന്തെങ്കിലും ഗുണകരമായിട്ട് യൂസ്ഫുൾ ആയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പലർക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ പറ്റാൻ സാധ്യതയുള്ള ഒരു അബദ്ധമാണ്. കേരളക്കരയിൽ അങ്ങേക്കും ഒരുപാട് പേർക്ക് പറ്റാൻ സാധ്യതയുള്ള അബദ്ധമാണ്. പക്ഷെ അത് പറ്റിയതുകൊണ്ട് ഞങ്ങൾ വീണു. അതുകൊണ്ട് ഞങ്ങളത് ഇനി ആർക്കും വരല്ലേ എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പുഷ്പ ദ റൂൾ കാണാൻ പോയി ഇന്നലെ. പലപ്പോഴും നമ്മൾ സിനിമകൾ കാണുമ്പോഴത്തേക്കും ആദ്യം ഒരു ബ്രഹ്മാണ്ഡ സിനിമ, ഇപ്പോൾ ബാഹുബലി പോലെ അല്ലെങ്കിൽ നമ്മുടെ ലൂസിഫർ പോലെ ഒരു വലിയൊരു സിനിമ ആദ്യം ഭയങ്കര ഹിറ്റാവുമ്പോൾ നമ്മൾ അത്രത്തോളം പ്രതീക്ഷയിൽ രണ്ടാമത്തെ ഭാഗം പോയി കാണും. പക്ഷെ രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതിൻ്റെ അത്രയും പോയിട്ട് ഏറ്റവും മോശപ്പെട്ട രീതിയിലായിരിക്കും എടുക്കാറുള്ളത്. അതെന്താ അങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഓണസ്റ്റ്ലി ഡോണ്ട് നോ വൈ ഇസ് ഇറ്റ് ദാറ്റ് ദ സെക്കൻഡ് ഡസൻറ്റ് ലിവ് അപ് ടു ദി എക്സ്പെക്ടേഷൻ ഓഫ് ദി ഫസ്റ്റ്. ഇത് പോട്ടെ, ആദ്യത്തെ പ്രതീക്ഷയോടൊപ്പമൊന്നും എത്തണ്ട, പക്ഷെ മിനിമം ഒരു പ്രാവശ്യം കാണാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റഫ് അതിനകത്ത് വേണ്ടേ? ഒന്നുമില്ല. സ്റ്റോറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ്. 2000 years later. ഓക്കെ, സ്റ്റോറി എന്തെന്നെ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് കുറച്ച് മാസ് സീൻ വേണം. ഇതിലെന്ന് വെച്ചാൽ പുഷ്പ തന്നെ പുഷ്പ 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 എന്നൊരു 10 പ്രാവശ്യം പറയുന്നുണ്ട്. സിനിമയിലുടനീളം അത് തന്നെ കുറേ നടക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദനത്തടികൾ സാൻഡൽവുഡ് കടത്തുന്ന പല രീതികൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ പറ്റണ്ടേ? അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടുള്ള ഒരാൾ പുഷ്പ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ മലയാളികളുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം മലയാളികൾക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സിനിമകളൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടാറ്. ഇനി അതുകൊണ്ടാണോ നമുക്കിത് തീരെ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവേ റിവ്യൂസൊക്കെ ഇത്രയും മോശമാണ്. ഇതിനകത്ത് ശ്രീവല്ലിക്ക് ഒരു നല്ല സീനുണ്ട്. രശ്മിക മന്ദാന പ്ലേ ചെയ്യുന്ന ശ്രീവല്ലിക്ക് ഒരു നല്ല സീനുണ്ട്. ബാക്കി സീൻസിലൊന്നും തന്നെ ശ്രീവല്ലിക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഫഹദ് ഫാസിലിന്റെ ആണെങ്കിൽ പോലും ഒരു ഡിഫറൻസ്, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സാധാരണ ഫഹദ് ഫാസിലിന്റെ ഏത് റോളും നമ്മൾ എടുത്തു നിൽക്കുന്ന ഒരു റോളാണ്. പക്ഷെ ഇതിനകത്ത് അതും സത്യം പറഞ്ഞാൽ കണ്ടില്ല. സിനിമാറ്റോഗ്രഫി ബ്രില്യൻറ്റ് സിനിമാറ്റോഗ്രഫിയാണ്. കുറച്ച് അടിപൊളി ഷോട്ട്സ് ഉണ്ട്. പിന്നെ ചില മ്യൂസിക് കൊള്ളാം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ നല്ലൊരു സീനാണ് അല്ലു അർജുൻ ഒരു സ്ത്രീ വേഷത്തിൽ നൃത്തം ചെയ്യുന്നൊരു സീനുണ്ട്. ഇത് ശ്രേയാ ഘോഷൽ പാടിയിരിക്കുന്നൊരു പാട്ടുണ്ട്. അത് നല്ല പാട്ടാണ്. അതല്ലാതെ വേറെ പാട്ട് ഒന്നും തന്നെ എനിക്കിഷ്ടമായില്ല. എല്ലാം ഒരു സോളില്ല, ഒരു ആത്മാവില്ലാത്ത മ്യൂസിക്കാണ്. എന്താ നമ്മുടെ പുഷ്പ 1 ശ്രീവല്ലി അല്ലേ, ശ്രീവല്ലി സമീ അത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പുഷ്പ 2 അങ്ങനെ ഓർത്തിരിക്കാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മൊത്തത്തിൽ ഒരു ഭയങ്കര ബോറായിരുന്നു. ഇതുപോലെ ഒരു അബദ്ധമുണ്ട്. ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടിയാൽ പോലും പോയി കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്. പിന്നെ ശരിയാണ്, വലിയ സിനിമയാണ്, ഒരുപാട് പേരുടെ എഫേർട്സ് ഉള്ള സിനിമയാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. പക്ഷെ സിനിമ ആസ് സച്ച് ദർ ഇസ് നത്തിങ് അട്രാക്റ്റീവ്. എപ്പോഴെങ്കിലും OTTയിൽ വരുമ്പോൾ ചെയ്യാൻ വേറെ ഒന്നുമില്ലാതെ ബോറടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് വേണമെങ്കിൽ പുഷ്പ 2 കാണാം.